ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പുറപ്പാടിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഒരു വചനം നമ്മളിപ്പോൾ ഓർക്കുകയാണ്. 9-ാം അധ്യായം 49-ഉം 50-ഉം തിരുവചനങ്ങൾ. എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. ഉപ്പ് നല്ലതാണ്, എന്നാൽ അത് ഉപ്പ് നഷ്ടപ്പെട്ടു പോയാൽ പുറത്തേക്ക് വലിച്ചെറിയപ്പെടാനേ അത് കൊള്ളൂ. നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ, നിങ്ങൾ സമാധാനത്തിൽ വർദ്ധിക്കുവിൻ. ലവണത്തെക്കുറിച്ചിട്ട് ഈ 3 സുവിശേഷങ്ങളിലും നമ്മൾ സമാന്തര സുവിശേഷങ്ങളിൽ ഈ വചനമുണ്ട്. നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ, നിങ്ങൾ സമാധാനത്തിൽ വർദ്ധിക്കുവിൻ. അപ്പോൾ ഈ വചനത്തിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ ലവണത്തിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ആ വചനത്തിനകത്തുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ മലയാളം ബൈബിളിനകത്തൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത് നിങ്ങൾ സമാധാനത്തിൽ വർദ്ധിക്കുവിൻ. എന്നാൽ ഗ്രീക്ക് ബൈബിളിനകത്ത് ഇങ്ങനെയൊരു ഫുൾ സ്റ്റോപ്പ് ഇല്ല. പകരം അതൊരൊറ്റ വചനമാണ്. നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ, നിങ്ങൾ സമാധാനത്തിൽ വർദ്ധിക്കുവിൻ. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള വചനത്തിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് ഈശോ നിങ്ങൾ ഉപ്പുണ്ടായിരിക്കട്ടെ, സമാധാനത്തിൽ വർദ്ധിക്കുവിനെന്ന് പറയുന്നത്? അപ്പം ലവണത്തിന് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു അർത്ഥമല്ല ഉള്ളത്. മിക്കപ്പോഴും ഈ വചനം വ്യാഖ്യാനിക്കുമ്പോൾ ലവണത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കാറ്. എന്നാൽ നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ലവണത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചിട്ടല്ല. പകരം ഈ ലവണം എന്ന് പറയുന്ന വാക്ക് ഈശോയുടെ കാലഘട്ടത്തിൽ ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈശോ ഇവിടെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി കിട്ടുക. ഈശോയുടെ കാലഘട്ടം നമുക്കെല്ലാവർക്കും അറിയാം. ഗ്രീക്ക് സംസ്കാരം അതിൻ്റെ ഏറ്റവും അത്യുന്നതയിൽ നിന്നിരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഈശോയ്ക്ക് ആ സ്വാധീനം ഉണ്ടായിരുന്നു, ആ സംസ്കാരത്തിൻ്റെ ഭാഷയുടെ സ്വാധീനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ലവണം എന്ന് പറയുന്ന വാക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒന്നാമതായിട്ട് ഈ ലവണം എന്ന് പറഞ്ഞ വാക്ക് സത്തയ്ക്ക് പകരമായിട്ട് അവർ ഉപയോഗിച്ചിരുന്ന വാക്കാണ്. വളരെ പ്രത്യേകിച്ച് ഈ യഹൂദ റബ്ബിമാരുടെ അടുക്കലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ആക്കാറുണ്ട്. അപ്പോൾ അവരോടൊപ്പം ഈ കുഞ്ഞുങ്ങളെ ചെലവഴിക്കുവാനായിട്ട്, അവരുടെ സമയം ചിലവഴിക്കുവാനായിട്ട്, ശിക്ഷണം നൽകുവാനായിട്ട് കൊണ്ടുചെന്നാക്കുമ്പോഴത്തേക്കും ഈ യഹൂദ റബ്ബിമാർ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എന്താണ് നിൻ്റെ സത്ത? ഇതിന് അവർ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ് നിൻ്റെ ലവണം എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ സത്ത എന്താണ്, അവൻ്റെ സത്ത എന്താണെന്നാണ് ചോദിക്കുക. ആ സമയത്ത് കുഞ്ഞുങ്ങൾ ചെയ്യാറ്, അവർ കൊണ്ടുവന്നിരിക്കുന്ന പൊക്കണം നിലത്തിടും, അതിനുശേഷം ഗുരുവിൻ്റെ കാലിൽ നമസ്കരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് എന്താണ് നിൻ്റെ ലവണമെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ സത്ത എന്താണെന്നാണ് ഗുരു ചോദിച്ചതെന്ന് ആ കുഞ്ഞുങ്ങൾക്ക് അറിയാം. അപ്പോൾ ലവണമെന്ന് പറയുന്ന വാക്ക് സത്തയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ ഈശോ നമ്മളോട് പറയുകയാണ് നിങ്ങളിൽ ലവണമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം
നിങ്ങളിൽ സത്തയുണ്ടാകണമെന്നാണ്. അതായത് സത്തയുള്ളവരാകുവിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് ഈ സത്ത? ദൈവം സത്തയായിട്ടുള്ള ആൾക്കാരെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ലവണത്തിൻ്റെ പ്രത്യേകതയും കൂടിയുണ്ട്. ലവണം ഒരു ഗ്ലാസ് ജലത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് അപ്രത്യക്ഷമാകും. എന്നാൽ അത് ഏതൊന്നിനേക്കാണോ അത് നിക്ഷേപിക്കപ്പെടുന്നത് അതിൻ്റെ ഘടന അത് സ്വീകരിക്കുക തന്നെയാണ് ചെയ്യുക. പക്ഷേ അതിനെ കാണുവാൻ പറ്റത്തില്ല, പക്ഷേ രുചിക്കാൻ പറ്റും. അതായത് അതിൻ്റെ സത്ത അതിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങളിലും ഈ ദൈവീക സത്ത ഉണ്ടാകണം. ഒരുപക്ഷെ പുറമേയുള്ള ഒരാൾക്കത് കാണണമെന്നില്ല, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ അതുണ്ട്. അത് ലയിച്ചു ചേരണമെന്നാണ് ഈശോ പറയുക. നിങ്ങളിൽ ലവണമുണ്ടാകട്ടെ. അതായത് നിങ്ങൾ ദൈവം സത്തയായിട്ടുള്ള മനുഷ്യരാകൂ എന്നാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമതായിട്ട് സ്നേഹത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കായിരുന്നു ലവണമെന്ന് പറയുന്നത്. ഈശോയ്ക്കും മുമ്പ് ജീവിച്ചിരുന്ന ഫീലോ എന്ന് പറയുന്ന ഫിലോസഫറുണ്ട്. അദ്ദേഹം നൽകുന്നൊരു ദൃഷ്ടാന്തമുണ്ട്, ഒരു സാക്ഷ്യം. അതായത് സ്നേഹത്തിന് പകരമായിട്ട് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന വാക്കാണ് ലവണമെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അർത്ഥവും നമ്മൾ രണ്ടാമതായിട്ട് മനസ്സിലാക്കണം. നിങ്ങളിൽ ലവണമുണ്ടാകട്ടെ എന്ന് ഈശോ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളിൽ സ്നേഹം ഉണ്ടാകണമെന്ന് തന്നെയാണ്. ഈശോ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഭൂമിയിലേക്ക് വന്നത്. സ്നേഹം തന്നെയായിരുന്നു ഈശോ. അതുകൊണ്ട് നിങ്ങളിൽ ലവണമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ സ്നേഹമുണ്ടാകണം, സ്നേഹമുള്ളവരാകുവിൻ. ഇനി സ്നേഹമില്ലാത്ത ഇടത്തും നിങ്ങളിൽ ലവണമാകണം, സ്നേഹമാകണം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങളിൽ ലവണമുണ്ടാകട്ടെ, എല്ലായിടത്തും സ്നേഹം ഉണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നതാണ്. മൂന്നാമതായിട്ട് ഈ ലവണം എന്ന് പറയുന്ന വാക്ക് സൗഹൃദത്തിന് പകരമായിട്ട് ഉപയോഗിച്ചിരുന്ന വാക്കാണെന്നാണ് പറയുക. പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ രണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവർ നൽകുന്ന അഭിവാദനമുണ്ട്. അവർ പറയുന്നത് നമ്മളുടെ ഇടയിൽ ലവണമുണ്ട് എന്നാണ് പറയുക. അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ നടത്തുന്ന അഭിവാദനം, നമ്മളുടെ ഇടയിൽ ലവണമുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ സുഹൃത്തുക്കളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ശത്രുക്കളല്ല, നമ്മൾ എതിർപ്പുകളുള്ളവരല്ല, നമ്മൾ സഹകരണവും സൗഹൃദവും ഉള്ളവരാണ് എന്ന് അവർ പറയുന്നതിനാണ് നമ്മളുടെ ഇടയിൽ ലവണമുണ്ട് എന്ന് പറയുക. പഴയ കാലഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഉടനെ തന്നെ അവരുടെ കൈ നീളുന്നത് അരയിലെ കത്തിയിലേക്കായിരിക്കുമെന്നാണ് പറയുക. കൈകൾ പിടിക്കുന്നത് ഈ കത്തിയുടെ കൈപ്പിടിയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് വ്യക്തികൾ കണ്ടുമുട്ടിയാൽ അവർ സൗഹൃദത്തിലുള്ളവരാണെങ്കിൽ അവർ ആദ്യം പറയുന്നത് ദർ ഈസ് സോൾട്ട് ബിറ്റ്വീൻ അസ്, നമ്മളുടെ ഇടയിൽ ലവണമുണ്ട്. എത്ര മനോഹരമായിട്ടുള്ള അർത്ഥമാണല്ലേ. സൗഹൃദത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കായിരുന്നു ലവണം. അപ്പോൾ ഈ ഭൂമിയിൽ മുഴുവനും ലവണമുണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു, സൗഹൃദമുണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അപ്പം രണ്ട് വ്യക്തികളെ വിളക്കി ചേർക്കുന്ന ഘടകമാണ് ലവണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, സൗഹൃദം. അപ്പോൾ ക്രിസ്തുവാണ് ആ സൗഹൃദം എന്ന് തന്നെ മനസ്സിലാക്കാം. ദൈവം തന്നെയാണ് ആ സൗഹൃദം എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ അർത്ഥം അതിനേക്കാളും മനോഹരമായിട്ടുള്ള ഒന്നാണ്. ഈശോയുടെ കാലഘട്ടത്തിൽ വിജ്ഞാനത്തിന് പകരമായിട്ടാണ് ഈ ലവണമെന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിരുന്നത്. അത് ഈശോയുടെ സമയത്ത് മാത്രമല്ല, അതിനു മുമ്പും അങ്ങനെയായിരുന്നു എന്നാണ് പറയുക. അതായത് സോളമൻ്റെ ഉപ്പെന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടായിരുന്നു സോളമൻ്റെ കാലഘട്ടത്തിൽ. അതായത് സോളമൻ്റെ വിജ്ഞാനം എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ സോളമൻ ഉപ്പുകടലിൽ നിന്ന് ഉപ്പ് മാറ്റിയെടുത്തിട്ട് ഒരു പ്രത്യേക ബ്രാൻഡ് ലവണം ഒന്നുമല്ല അങ്ങനെ പറയപ്പെടുന്നത്. പകരം സോളമൻ്റെ വിജ്ഞാനം, അതിന് പകരമായിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത് സോളമൻ്റെ ഉപ്പ്. അപ്പോൾ ഈ ഉപ്പിൻ്റെ പ്രശസ്തി എല്ലായിടത്തും വ്യാപിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ രാജ്ഞി പോലും സോളമനെ തേടിയെത്തുന്നത്. അപ്പോൾ സോളമൻ്റെ വിജ്ഞാനം, അതിന് പകരം പറയുന്ന വാക്കായിരുന്നു ലവണമെന്ന് പറയുന്നത്. അതേ കണക്ക് തന്നെ ഗ്രീക്കുകാർ സോക്രട്ടസിനെ വിളിച്ചിരുന്നത് ലവണ മനുഷ്യനെന്നാണ്. അതായത് വിജ്ഞാനം നിറയെ ഉണ്ടായിരുന്നയാൾ. പിന്നെ ഗ്രീക്കുകാരെ മുഴുവനും വിളിച്ചുകൊണ്ടിരുന്നത് ലവണദാഹികളെന്നായിരുന്നു. വിജ്ഞാനത്തിന് വേണ്ടിയിട്ട് ദാഹമുള്ള ആൾക്കാർ. അവർ ഈശോയുടെ അടുക്കിലേക്കും വരുന്നതായിട്ട് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, വിജ്ഞാനത്തിന് വേണ്ടിയിട്ട്. അപ്പം ലവണം എന്ന് പറയുന്നത് വിജ്ഞാനം എന്ന് പറയുന്നതിന് പകരമുള്ള വാക്കായിരുന്നു. അപ്പോൾ
അപ്പം നിങ്ങളിൽ ലവണമുണ്ടാകട്ടെ എന്ന് ഈശോ പറയുമ്പോൾ നിങ്ങൾ വിജ്ഞാനമുള്ളവരായിരിക്കുമെന്നാണ്. അത് ഭൗമികമായിട്ടുള്ള വിജ്ഞാനം മാത്രമല്ല, ആത്മീയമായ വിജ്ഞാനമാണ് ഈശോ ഏറ്റവും കൂടുതൽ അർത്ഥമാക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ ആത്മീയ ജ്ഞാനമുള്ളവരായിരിക്കുവിൻ. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ തിരുവചനമുണ്ട്. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്ക് നിങ്ങളുടെ സംസാരം ഹൃദ്യവും ലവണാത്മകവുമായിരിക്കട്ടെ എന്നാ പറയുക. പക്ഷെ നമ്മുടെ മലയാളം ബൈബിളിൽ കാണുന്നത് നിങ്ങളുടെ സംസാരം ഹൃദ്യവും കരുണാമസൃണവുമായിരിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ വചനം ശരിക്കും ഇംഗ്ലീഷ് ബൈബിളിൽ കുറച്ചുകൂടെ മനോഹരമാണ്. അവിടെ പറയുന്നത് ലെറ്റ് യുവർ ടോക്സ് ബി സീസൺഡ് വിത്ത് സോൾട്ട്. നിങ്ങളുടെ സംസാരം ലവണാത്മകമായിരിക്കട്ടെ എന്നാണ് പറയുക, സീസൺഡ് വിത്ത് സോൾട്ട്. അപ്പം ലവണമുള്ള സംസാരം, അതായത് വിജ്ഞാനം നിറഞ്ഞ, വിജ്ഞാനം തുളുമ്പി നിൽക്കുന്ന സംസാരം നിങ്ങൾക്കുണ്ടാകണമെന്ന് പൗലോസ് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. വിഡ്ഢിത്തം പറയരുത്. എപ്പോഴും സംസാരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ജ്ഞാനമുള്ള വാക്കുകളും വചനങ്ങളും പ്രയോഗിക്കുവിനെന്ന് പൗലോസ് നമ്മളോട് പറയുകയാണ്. അപ്പോൾ നിങ്ങളിൽ ലവണമുണ്ടാകട്ടെ എന്ന് ഈശോ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവീക ജ്ഞാനമുള്ളവരായിട്ട് വളരുവിൻ. ഈശോയെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം തുടക്കത്തിൽ നമുക്ക് സാക്ഷ്യം നൽകുന്നുണ്ട്. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു. അതായത് ഉള്ളിൽ ലവണമുള്ളവനായിട്ട് ഈശോ വളർന്നുവെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി 5-ാമത്തെ അർത്ഥമുണ്ട്. ഇത് ഏറ്റവും മനോഹരമായിട്ടുള്ള അർത്ഥമാണ്. അവിടെ നമ്മൾ കാണുവാൻ പോകുന്നത് വളരെ അതിശയകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ ഈശോയുടെ കാലഘട്ടത്തിലും അതിനു മുമ്പുമൊക്കെ ലവണം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിരുന്നത് സമാധാനത്തിനു കൂടെ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പഴയ നിയമത്തിൽ ലേവ്യരുടെ പുസ്തകം 2-ാം അധ്യായം 13 വായിച്ചു കേൾക്കുന്നുണ്ട്. അവിടെ ദൈവം പറയുന്നത് നിങ്ങൾ ബലി അർപ്പിക്കുമ്പോൾ ആ ബലി അർപ്പിക്കുന്നതിൽ നിന്നും ഉപ്പ് നീക്കിക്കളയരുതെന്നാണ് പറയുക. പ്രത്യേകിച്ച് പാപപരിഹാര ബലി അർപ്പിക്കുമ്പോൾ പുരോഹിതർക്ക് നിർദ്ദേശമുണ്ട് അതിനകത്ത് ലവണം ഇട്ടിരിക്കണം. അപ്പോൾ ലവണമിടാതെ ഒരു ബലിയും അർപ്പിക്കരുതെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലവണമിട്ട് അർപ്പിക്കപ്പെടുന്ന ബലിയെ യഹൂദർ വിളിച്ചിരുന്നത് ലവണ ഉടമ്പടി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ഈ ലവണം അങ്ങനെ ഇടാൻ പറയുന്നതിൻ്റെ പിന്നിൽ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അത് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലായി കിട്ടുക. ഈ ഈശോയുടെ കാലഘട്ടത്തിൽ അതിനു മുമ്പുമൊക്കെ 2 രാജാക്കന്മാരോ 2 ഗോത്രക്കാരോ അല്ലെങ്കിൽ ഇനി 2 വ്യക്തികളോ അവർ വഴക്കിലോ യുദ്ധത്തിലോ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നമുക്കറിയാം, ഒരു യുദ്ധവും വിജയിക്കാറില്ല, അതെവിടെയെങ്കിലും വെച്ച് നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ 2 രാജാക്കന്മാർ ഒരുമിച്ച് വരുന്നു, അല്ലെങ്കിൽ ഗോത്രത്തലവന്മാർ ഒരുമിച്ച് വരുന്നു, 2 വ്യക്തികൾ ഒരുമിച്ച് വരുന്നു. അവർ വന്നിട്ട് അവരുടെ മധ്യയായിട്ടൊരു പാത്രത്തിൽ ഉപ്പ് വെച്ചേക്കും. ആ ഉപ്പിനകത്തുനിന്ന് ഈ 2 രാജാക്കന്മാരോ ഗോത്രത്തലവന്മാരോ വ്യക്തികളോ ഓരോ നുള്ളു ഉപ്പെടുക്കും. എന്നിട്ട് അവർ ടോസ് ചെയ്യുമെന്നാണ് പറയുക, ചിയേഴ്സ് പറയും. എന്നിട്ട് അവർ ആ ഉപ്പ് രുചിക്കും. ആ ഉപ്പ് രുചിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇനി മുതൽ നമ്മളുടെ ഇടയിൽ യുദ്ധമില്ല, നമ്മൾ സമാധാനത്തിലായി, നമ്മൾ ഉടമ്പടിയിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് സോൾട്ട് മീൻസ് ട്രീറ്റി എന്നാണ് അർത്ഥം, സമാധാനം. ലവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമാണ് അർത്ഥം എന്ന് നമുക്ക് അവിടെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നാണ് ദൈവം ബലിയർപ്പിക്കുവാനായിട്ട് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ലവണമിടണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. കാരണം അതിനെ അവർ വിളിക്കുന്നത് ലവണ ഉടമ്പടി. അപ്പം ദൈവവും മനുഷ്യരും തമ്മിൽ രമ്യതയിലും സമാധാനത്തിലും ആകുന്ന ഉടമ്പടിയാണത്. അതിനെയാണ് അവർ ലവണ ഉടമ്പടി എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ വാക്ക് ഇതേ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈശോ അന്ത്യത്താഴം ആഘോഷിച്ചു എന്ന് ബൈബിളിൽ പറയുമ്പോൾ ഗ്രീക്ക് ബൈബിളിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. അവിടെ പറയുന്നത്, ഈ അന്ത്യത്താഴത്തിന് ഉപയോഗിക്കുന്നത് സുനാലിസോ മെനോസ് എന്ന് പറയുന്നൊരു വാക്കാണ്. ഇതിൻ്റെ പദാനുപദമായിട്ടുള്ള ഭാഷാന്തരം അല്ലെങ്കിൽ ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഈറ്റിംഗ് സോൾട്ട് ടുഗദർ എന്നാണ്. അതായത് ഒരുമിച്ചിരുന്ന് ഉപ്പ് ഭക്ഷിച്ചു. നോക്കിക്കേ, ഈശോ ശിഷ്യന്മാരുമായിട്ടിരുന്നിട്ട് ഉപ്പ് ഭക്ഷിച്ചു എന്ന് നമ്മളോട് പറയുകയാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശോ തൻ്റെ ദൈവവുമായിട്ട് രമ്യതയിലാക്കി, അവരുമായിട്ട് ലവണ ഉടമ്പടിയിൽ ഏർപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്ന ബലിക്ക് ഉള്ള ആദ്യത്തെ അർത്ഥം അതാണ്. ഈ ബലി നമ്മളെ ദൈവവുമായിട്ട് രമ്യതയിലാക്കുന്നു എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം ലവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടിയാണ്. നമ്മൾ അന്ത്യത്താഴത്തിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ട്.
നമ്മുടെ വീടുകളിലും ദേവാലയങ്ങളിലും ഒക്കെ ഇന്ന് വളരെ സുലഭമായിട്ട് നമ്മൾ കാണുന്ന ഒന്നാണ് അന്ത്യത്താഴത്തിൻ്റെ ചിത്രം. ഈ അന്ത്യത്താഴത്തിൻ്റെ ചിത്രത്തിൽ മേശമേൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നിരീക്ഷിച്ച് നോക്കണം. അവിടെ ഒരു പാത്രം മറിഞ്ഞു വീണ് കിടപ്പുണ്ട്. അതായത് ഒരു ചെറിയ പാത്രം, അത് മറിഞ്ഞു വീണിട്ട് അതിൻ്റെ വക്ക് പൊട്ടിയിട്ടുണ്ട്. മാത്രമല്ല അതിനകത്ത് നിന്നും ഈ എന്തോ ഇങ്ങനെ പുറത്തേക്ക് തൂവിക്കിടക്കുകയാണ്. ആ പുറത്തേക്ക് തൂവിക്കിടക്കുന്നത് ഉപ്പാണ്. ആ വീണ് കിടക്കുന്നത് ലവണ പാത്രമാണ്, അതിൻ്റെ വക്ക് പൊട്ടിയിട്ടുണ്ട്. ഈ ഉപ്പുപാത്രം വീണ് കിടക്കുന്നത് യൂദാസിൻ്റെ മുൻപിലുമാണ്. അതായത് ഇതുവഴി നമ്മളോട് പറയുന്നൊരു സന്ദേശമുണ്ട്. യൂദാസ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും ദൈവവുമായിട്ട് സമാധാനത്തിലായി, ഈ ലവണ ഉടമ്പടിയിൽ ഏർപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. യൂദാസ് മാത്രം അത് ചെയ്തില്ല. അതുകൊണ്ടാണ് അയാളുടെ മുമ്പിൽ ആ ഉപ്പുപാത്രം മറിഞ്ഞു വീഴുകയും, അതുമാത്രമല്ല അതിൻ്റെ വക്തലം യൂദാസിൻ്റെ എതിർഭാഗത്തേക്കാണ് മറിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുന്നത് യൂദാസ് ഈ ഉപ്പിന് എതിരെ പുറം തിരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഉപ്പ് വീണ് പൊട്ടിയിട്ട് അതിനകത്തുനിന്ന് ഉപ്പ് പുറത്തേക്ക് വീണ് കിടക്കുന്നു. യൂദാസ് ഉപ്പ് സ്വീകരിച്ചില്ല, ലവണ ഉടമ്പടിയിൽ ഏർപ്പെട്ടില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അയാൾ നശിച്ചുപോയി. മാത്രമല്ല യഹൂദരുടെ ഇടയിൽ ഈ ലവണത്തെ ഒറ്റിക്കൊടുക്കുക എന്നൊരു പ്രയോഗമുണ്ട്. ലവണത്തെ ഒറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗുരുവിനെ ഒറ്റിക്കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ലവണം എന്ന് പറയുന്നത് ഗുരു എന്ന അർത്ഥം കൂടിയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകുന്നത് ലവണം എന്ന് പറയുന്നത് ഉടമ്പടിയെ സൂചിപ്പിക്കുന്നു, സമാധാനത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈശോ നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ, ലവണമുണ്ടായിരിക്കട്ടെ, നിങ്ങൾ സമാധാനത്തിൽ വർത്തിക്കുവിൻ. ഈ ലവണമുള്ളവർ സമാധാനത്തിലാകുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവവുമായിട്ട് സമാധാനത്തിൽ, മറ്റുള്ള വ്യക്തികളുമായിട്ട് സമാധാനത്തിൽ, സ്വയം സമാധാനത്തിലാകുന്നു, ഈ പ്രപഞ്ചവുമായിട്ട് സമാധാനത്തിൽ. അങ്ങനെയാണ് ഈ ലവണമുള്ളവർ ജീവിക്കുക. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങളിൽ ലവണം ഉണ്ടാകണം, നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ, എന്നാൽ നിങ്ങൾ സമാധാനത്തിൽ വർത്തിക്കുവിനെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിനോട് കൂടെ മറ്റൊരർത്ഥം കൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അതായത് ഉപ്പിനെ ഒറ്റിക്കൊടുക്കുന്നവർ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഇപ്പം ഇവിടെ ഗുരു എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അപ്പോൾ ഉപ്പ് എന്ന് പറയുന്നത്, ലവണം എന്ന് പറയുന്നത് ഗുരുവിനെ സൂചിപ്പിക്കുന്നു, ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ ലവണത്തിൻ്റെ ശാസ്ത്രീയ നാമമുണ്ട്, സോഡിയം ക്ലോറൈഡ് എന്നാണ് പറയുക. അപ്പോൾ ഈ ശാസ്ത്രീയ നാമവും ശാസ്ത്രവും നമ്മളെ പഠിപ്പിക്കുന്നത് ഇതിന് ഈ ഉപ്പ് രസം നഷ്ടപ്പെട്ടു പോകത്തില്ല, അത് ഉറ കൂട്ടാനും പറ്റത്തില്ലെന്നാണ് പറയുക. പക്ഷേ ഈശോ പറയുന്നത് അത് ഉറ കൂട്ടപ്പെടുമെന്നാണ് പറയുക. എല്ലാവരും അഗ്നിയാൽ ഉറ കൂട്ടപ്പെടും. ശാസ്ത്രം നമ്മളോട് പറയുന്നു ഇത് ഉറ കൂട്ടാൻ പറ്റത്തില്ലെന്നാണ് പറയുക. അപ്പോൾ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമായ കാര്യമാണ്, ദൈവത്തിനത് സാധ്യമാണ്. അപ്പോൾ ഇവിടെ ആരാണ് യഥാർത്ഥത്തിലെ ഉപ്പ്? യഥാർത്ഥത്തിലെ ഉപ്പെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് ലവണം. നമ്മളെ ദൈവവുമായിട്ട് രമ്യതയിലാക്കുന്ന ലവണം ക്രിസ്തുവാണ്. എല്ലാ ബലിയിലും അത് തന്നെയാണ്, എല്ലാ പ്രാർത്ഥനയിലും ക്രിസ്തീയ ജീവിതത്തിലും അത് തന്നെയാണ്. കുമ്പസാര കൂട്ടിനെ ഗ്രീക്കുകാർ പിന്നീട് വിളിച്ചുകൊണ്ടിരുന്നത് ലവണ കൂടാരമെന്നാണ് വിളിച്ചിരുന്നത്. അതായത് നമുക്ക് ഉപ്പ് കിട്ടുന്ന സ്ഥലവും ദൈവവുമായിട്ട് നമ്മളെ രമ്യതയിലാക്കുന്ന സ്ഥലം. അവിടെയുള്ള പുരോഹിതനെ വിളിച്ചിരുന്നത് ലവണ മനുഷ്യനെന്നാണ്. അതായത് നമ്മളെ ദൈവവുമായിട്ട് രമ്യതയിലാക്കുന്ന ഉപ്പ്. അപ്പം ഓരോ പുരോഹിതനും ക്രിസ്തുവിൻ്റെ പ്രതിനിധിയും കൂടിയാണ്. ക്രിസ്തുവാണ് ലവണം, ഉറ കൂട്ടുവാനോ നഷ്ടപ്പെട്ടു പോകാത്ത ലവണമെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ പ്രതിനിധിയാണ് ഓരോ പുരോഹിതനും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ദൈവവുമായിട്ട് രമ്യതയിലാക്കുന്ന ലവണം ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഈശോ പറയുക, നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ, നിങ്ങൾ സമാധാനത്തിൽ വർത്തിക്കുവിൻ. അപ്പോൾ ഈശോ എന്ന് പറയുന്ന ഉപ്പ് നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. നമുക്കത് കാണാനും പറ്റുന്നില്ല, ആ സത്ത നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുകയും കാണുകയും ചെയ്യണം. ഈ ONVയുടെ ഉപ്പെന്ന് പറഞ്ഞൊരു കവിതയാണ് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അതിനകത്ത് ഈ മുത്തശ്ശി പേരക്കിടാവിന് കഞ്ഞി കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. കഞ്ഞി എടുത്ത് അവൻ്റെ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് പറയുന്ന ഒരു വരികൾ ഇങ്ങനെയാണ്: പ്ലാവില കോട്ടിയ കുമ്പിളിൽ തുമ്പതൻ പൂപോലൊരു തരി ഉപ്പ് വാരിയെടുത്ത് ആവി പാറുന്ന കഞ്ഞിയിൽ തൂവി പതുക്കെ പറഞ്ഞ് മുത്തശ്ശി, ഉപ്പ് ചേർത്താലേ രുചിയുള്ളു കഞ്ഞിയിൽ, ഉപ്പ് വീണലിഞ്ഞു പോം മട്ടിലെ നുണ്ണി, നിൻ മുത്തശ്ശിയും ഒരു നാൾ മറഞ്ഞു പോമേ. എങ്കിലും
നിൻ ജീവിതത്തിലെ ഉപ്പായിരിക്കുമേ ഈ മുത്തശ്ശി എന്നും. ഈ വരികളുടെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. ഉപ്പ് കഞ്ഞിയിൽ വീണ് അലിഞ്ഞു പോകുന്നത് പോലെ മുത്തശ്ശി മറഞ്ഞു പോകും. എങ്കിലും ഈ മുത്തശ്ശി നിൻ്റെ ജീവിതത്തിലുണ്ടാകും ഉപ്പായിട്ട് എന്ന് പറയുകയാണ് സത്ത. അപ്പം ക്രിസ്തു നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്. എല്ലാ വിശ്വാസികളുടെയും എല്ലാവരുടെയും മനുഷ്യരുടെയും ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ നമുക്ക് അനുഭവിക്കുവാനും രുചിക്കുവാനും പറ്റുന്നുണ്ട്. അവൻ നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ വിലയം പ്രാപിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈശോ ഈ ഭൂമിയിൽ നിന്ന് പോയത്. നമ്മളെല്ലാവരെയും ദൈവവുമായിട്ട് രമ്യതപ്പെടുത്തുന്ന ലവണമാണ്, സമാധാനത്തിലാക്കുന്ന ലവണമാണ് ക്രിസ്തു. ഈ പ്രകൃതിയുമായിട്ട് നമ്മളെ രമ്യതയിലാക്കുന്ന ലവണം, മനുഷ്യരുമായിട്ട് നമ്മളെ രമ്യതയിലാക്കും, സമാധാനത്തിലാക്കുന്ന ലവണം, നമുക്ക് നമ്മളോട് തന്നെ രമ്യതയിലും സമാധാനത്തിലും നമ്മളെ ആക്കുന്ന ലവണം. അപ്പോൾ ക്രിസ്തു നിങ്ങളിൽ ലവണം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ ഉള്ളിലുണ്ടാകട്ടെ എന്നും തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ലവണമുണ്ട്. ആ ഒരു കരുതലോടും വിശ്വാസത്തോടും കൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ക്രിസ്തു എന്ന് പറയുന്ന ലവണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എവിടെയാണ് ഈ ലവണം ഇല്ലാത്തത്? നമ്മളുടെ കണ്ണുനീരിൽ ലവണമുണ്ട്, നമ്മളുടെ വിയർപ്പിൽ ലവണമുണ്ട്, അമ്മിഞ്ഞയിൽ ലവണമുണ്ട്. അപ്പം എല്ലായിടത്തും ലവണമുണ്ട്. നമ്മളുടെ കണ്ണിൽ നിന്നൊഴുകുന്ന ജലത്തുള്ളികളെ കണ്ണീരാക്കി മാറ്റുന്നത് ലവണമെന്ന് തന്നെയാണ്. നമ്മളുടെ പ്രാർത്ഥനകൾ കണ്ണുനീരുകളാണെന്ന് പറയുന്നതിൻ്റെ പിന്നിലും കാരണം അതാണ്. നമ്മളുടെ അധ്വാനത്തിൽ ക്രിസ്തുവുണ്ട്. നമ്മളുടെ ജീവിതഗന്ധിയായിട്ടുള്ള എല്ലാത്തിനകത്തും ഈ ലവണം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് ഈ ലവണത്തെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ, ലവണമുണ്ടായിരിക്കട്ടെ, ഞാൻ നിങ്ങളിലുണ്ടാകും. അപ്പോൾ ആ മുത്തശ്ശി ONVയുടെ കവിതയിൽ പറഞ്ഞ ആ മുത്തശ്ശിയെപ്പോലെ തന്നെയാണ് ക്രിസ്തു. നമ്മളോടും പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപക്ഷെ എന്നെ കാണാൻ സാധ്യതയില്ല, എങ്കിലും ഞാൻ നിങ്ങളിൽ വിലയം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഓരോ വ്യക്തിയും ഈ ഭൂമിയിലേക്ക് വരുന്നത് കരഞ്ഞുകൊണ്ടാണല്ലോ. അപ്പോൾ ആ വ്യക്തിയുടെ തുടക്കം മുതൽ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതും കരഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും ക്രിസ്തു നമ്മളുടെ ജീവിതത്തിലുണ്ട്. നമ്മളുടെ കണ്ണീരിലൂടെയും നമ്മളുടെ അധ്വാനങ്ങളിലൂടെയും നമ്മളുടെ ജീവിതഗന്ധിയായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ജീവിത സന്ദർഭങ്ങളിലും ക്രിസ്തു ഉണ്ട്. അപ്പോൾ ലവണം എന്ന് പറയുന്ന വാക്ക് സാധാരണമല്ല. അതിന് സത്തയെന്ന അർത്ഥമുണ്ട്, അതിന് സ്നേഹമെന്ന അർത്ഥമുണ്ട്, അതിന് സൗഹൃദമെന്ന അർത്ഥമുണ്ട്, അതിന് വിജ്ഞാനമെന്ന അർത്ഥമുണ്ട്, അതിന് ഉടമ്പടി എന്ന അർത്ഥമുണ്ട്, അതിന് സമാധാനമെന്നും അർത്ഥമുണ്ട്. അവസാനമായിട്ട് അത് ക്രിസ്തു തന്നെയാണ്. ഇങ്ങനെ ലവണത്തിൻ്റെ 7 തലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ലവണം നമ്മുടെ ഉള്ളിലുണ്ട്. ക്രിസ്തു നമ്മളെ ദൈവവുമായിട്ട് സമാധാനത്തിലും രമ്യതയിലും ഉടമ്പടിയിലുമാക്കുന്ന ലവണം. നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ, നിങ്ങൾ സമാധാനത്തിൽ വർത്തിക്കുവിൻ. ക്രിസ്തീയ
പരിശുദ്ധ കുർബാന രോഗിയാം നിൻ ചാരി നീ ദർശിച്ചു. മാധ്യമ മധ്യസ്ഥയായി വണങ്ങിടുന്നു തിരുസഭയിൽ നിന്നും സ്നേഹമോടെ. കനിവിന്റെ നിറവായ പുണ്യവതി അകലങ്ങളിലർപ്പിച്ച പരിശുദ്ധ കുർബാന രോഗിയാം നിൻ ചാരി നീ ദർശിച്ചു. മാധ്യമ